തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിന് പിന്നിൽ ചില കളികൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് നേതാവ് കെ മുരളീധരൻ. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള CPMന്റെ പ്രതികളാണ് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തതിന് പിന്നിൽ കളിച്ചതെന്ന് പറയുന്ന മുരളീധരൻ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബിഹൈൻഡ് ദി കർട്ടൻ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ആരാണെന്ന് കണ്ടുപിടിക്കുമെന്നും മുരളി പറയുന്നുണ്ട്. ആര്യയ്ക്ക് പിന്നിൽ മന്ത്രി ശിവൻകുട്ടിയാണെന്നും മുരളി ആരോപിക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ കള്ളക്കളി അവസാനിപ്പിച്ച് വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള അനുവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. വൈഷ്ണയ്ക്ക് വേണ്ടി മുരളി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ആരോ ഉണ്ട്. അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ്? രണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറയിൽ ഉണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം, ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 13-ാം തീയതി രാത്രി മേയർ അവിടെ വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. എന്തിന് പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അത് എന്തുകൊണ്ട് അത് വെട്ടി? വൈഷ്ണയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു. വൈഷ്ണ പരാതി പറയാൻ വേണ്ടി ചെന്നു. വൈഷ്ണവ് അവിടെ ചെന്നു. വൈഷ്ണയുടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. അത് തികച്ചും കുറ്റകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കർട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അതിനുള്ള നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന നൽകിയിരുന്നു. 14-ാം തീയതി കാലത്ത് തന്നെ. അതാണ് ഞാൻ 14-ാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിന്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 14-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് വെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ്. വെറും മേയർ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട്. ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ്. കോഴിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടത് 2020 വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ 25 വന്നപ്പോൾ വോട്ട് ഇല്ലാതായി എന്നുള്ളതും പരിശോധിക്കേണ്ട. അല്ല, ഈ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടത് സ്ഥാനാർത്ഥികളായി വരുന്നവരുടെയും അതുപോലെ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല, ഇവിടെ വോട്ടർ പട്ടിക പരിശോധിക്കാണ്ടല്ല. വൈഷ്ണയുടെ കേസിലല്ല, വിനുവിന്റെ കാര്യത്തിലടക്കം അങ്ങനെ പ്രശ്നങ്ങളില്ലേ? അവിടെ എന്തായാലും വിനുവിന്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി. അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം. മേയറെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്തായിട്ട് വാർത്തയുണ്ടെന്ന്. പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ശിവൻകുട്ടിയെ ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അതായത് ഇക്കാര്യത്തിൽ നല്ല രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാ ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടുള്ള കളി കളിക്കുന്നത്? മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ. അങ്ങനെ മത്സരിക്കുമ്പോൾ സാധ്യതത്വം പറഞ്ഞതിനാ നോമിനേഷൻ തള്ളിക്കുന്നതിനാ? മത്സരം നടക്കട്ടെ, ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ. അതിന് നമ്മളെ ഭയപ്പെടുന്നതിനാ? വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ സുരേഷ് നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ നടപടി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണെന്ന് വിമർശിച്ച കോടതി യുവ സ്ഥാനാർത്ഥിയോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നും ചോദിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് ഹിയറിംഗ് നടത്തി. ഹിയറിംഗിൽ വൈഷ്ണ സുരേഷ്, പരാതിക്കാരനായ CPM പ്രവർത്തകൻ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
താൻ മുട്ടട വാർഡിലെ താമസക്കാരിയാണെന്നും ഔദ്യോഗിക രേഖകളുള്ള വിലാസത്തിലാണ് വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയതെന്നും വൈഷ്ണ കമ്മീഷനെ അറിയിച്ചു. 7 വർഷമായി താമസിക്കാത്ത വിലാസത്തിലാണ് വൈഷ്ണ വോട്ട് ചേർത്തതെന്ന പരാതിയിൽ CPM പ്രവർത്തകൻ ധനേഷ് ഉറച്ചുനിന്നു. വോട്ട് വെട്ടിയ നടപടിയെ കോർപ്പറേഷൻ അധികൃതരും ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ശരിയായ തീരുമാനം എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി കമ്മീഷൻ ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ സവിശേഷ അധികാരം ഉപയോഗിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടാൽ വൈഷ്ണയ്ക്ക് മുട്ടട വാർഡിൽ മത്സരിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു.